അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി എം.വി. ഗോവിന്ദൻ. അൻവറിന് പിന്നിൽ അവിശുദ്ധ ഐക്യമുന്നണിയെന്നും കോഴിക്കോട് പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷവും പാർട്ടിക്കാരല്ലെന്നും വിശദീകരണം. CPM-നും സർക്കാരിനുമെതിരെ നിരന്തരം ആരോപണം അഴിച്ചുവിടുന്ന PV അൻവറിന് പിന്നിൽ അവിശുദ്ധ ഐക്യമുന്നണി സഖ്യമാണെന്ന വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ രംഗത്ത്. CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും PB അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യാമ്പലം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന അവിശുദ്ധ മുന്നണിയാണ് അൻവറിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഈ അവിശുദ്ധ സഖ്യം ഇടതു സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഇന്നലെ കോഴിക്കോട് നടന്ന അൻവറിന്റെ പൊതുയോഗത്തിൽ 300 പേരാണ് ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് വ്യക്തമായ കണക്കുണ്ട്. ഇതിലൊരാൾ 3 വർഷം മുൻപേ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഏരിയ കമ്മിറ്റി അംഗമാണ്. മറ്റൊരാൾ സംഘടനയിൽ നിന്നും പുറത്താക്കിയ DYFI പ്രവർത്തകനും. അല്ലാതെ മറ്റാരും അൻവറിന്റെ പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും M.V. ഗോവിന്ദൻ വ്യക്തമാക്കി. കോഴിക്കോട് പൊതുസമ്മേളനം നടത്തിയ ശേഷം തൊണ്ടവേദനയായതിനാൽ ഇനി പൊതുസമ്മേളനങ്ങൾ ഇപ്പോഴില്ലെന്നാണ് അൻവർ പറയുന്നത്. അൻവറേക്കാൾ വലിയ കരുത്തുള്ളവർ വെല്ലുവിളിച്ചിട്ടും ഒരു കുലുക്കവും സംഭവിക്കാത്ത പാർട്ടിയാണെന്ന് ഓർക്കണമെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ സാമാന്യ ജനങ്ങളെ അണിനിരത്തി നേരിടും. ഇക്കാര്യത്തിൽ കോടിയേരി കാണിച്ച മാതൃക സ്വീകരിച്ച് പാർട്ടി ഒറ്റക്കെട്ടായി നേരിടുമെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. CPM നേതൃത്വം ഒറ്റക്കെട്ടായി അൻവറിനെതിരെ രംഗത്തു വന്നതോടുകൂടി അണികളും കൈവിട്ട അവസ്ഥയിലാണ് അൻവർ. മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതീക്ഷിച്ച രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കാത്തതോടെ പൊതുസമൂഹത്തിനും അൻവറിലുള്ള വിശ്വാസം നാൾക്കുനാൾ കുറഞ്ഞു വരുന്നതായാണ് ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്.